എല്ലാവർക്കും നമസ്കാരം. റിവിറ്റ് ആർക്കിൻ്റെ പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ കർട്ടൻ വാൾ ഷെഡ്യൂൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കർട്ടൻ വാൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പാരേറ്റൽ വാൾ, സീലിംഗ്, ലോവർ ഡീറ്റെയിൽ, ഡയമെൻഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ, പെർഫെക്റ്റ് ലൈൻ, സ്ട്രക്ചർ ഡീറ്റെയിൽ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ചെറിയൊരു കർട്ടൻ വാൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഹൈറ്റ് ഹൈറ്റ് ലെവൽ 1 തുടങ്ങി 3 മീറ്റർ ഹൈറ്റ് ആണ്, മില്ലിമീറ്റർ ആണ് 3000. ഇതിൻ്റെ ലെന്ത് 1.2 മീറ്റർ. ഓക്കെ, ഇതിൻ്റെ ടൈപ്പ് മാർക്ക് 02 എഡിറ്റ് ടൈപ്പ് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കുറേ അറിയാം. ഫിക്സ്ഡ് വിൻഡോ, ടൈപ്പ് മാർക്ക് കർട്ടൻ വാൾ. ഓക്കെ, പ്ലാന് വന്നാലും അത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് കാണാൻ വേണ്ടി ഈ ഗ്രിഡ് ലൈൻ വരണം, എന്നാലും നമുക്ക് ഡീറ്റെയിൽ കാണത്തുള്ളൂ. എഡിറ്റ് ടൈപ്പ് കർട്ടൻ വാൾ, ടൈപ്പ് മാർക്ക് കർട്ടൻ വാൾ. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താണ്, ഓട്ടോമാറ്റിക് വരത്തില്ല. ഓക്കെ, റൂം നെയിം പാരാമീറ്റർ വെച്ച് റൂം നെയിം നമ്മൾ ആഡ് ചെയ്തു. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്ന കാര്യം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിന് മാനേജ് പ്രൊജക്റ്റ് പാരാമീറ്റർ. ഓക്കെ, ആഡ് റൂം ടെസ്റ്റ്. ഓക്കെ, വാൾ. ഓക്കെ, അത് കാണണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യണം. വിൻഡോ ക്ലിക്ക് ചെയ്താൽ ലൊക്കേഷൻ മാർക്ക് ചെയ്തത് ഇവിടെ വന്നു. ഓക്കെ, നമുക്ക് ഷെഡ്യൂളിന് വേണ്ടി വേണം, അതിനു വേണ്ടിയാണ് റൂം നെയിം ആഡ് ചെയ്തത്. റൂം നെയിം ഇങ്ങനെയാണ് കർട്ടൻ വാൾ ഷെഡ്യൂൾ റെഡിയാക്കുന്നത്. ഒരു ഷീറ്റിൻ്റെ ചെറിയൊരു ഭാഗമാണിത്. മാർക്ക്, റൂം നെയിം, കർട്ടൻ വാൾ, ഹൈറ്റ്, ലെന്തും കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽ, മാനുഫാക്ചറും കാര്യങ്ങളൊക്കെ, മെറ്റീരിയലൊക്കെ ഷെഡ്യൂളിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെങ്ങനെ അസംബ്ലി ആക്കാമെന്ന് നോക്കാം. ഇതാണ് അസംബ്ലി, ക്രിയേറ്റ് അസംബ്ലി. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് 3D വ്യൂ ഇടാം. 3D ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെലക്ട് ചെയ്യല്ലേ, വിൻഡോ വരുന്ന മാത്രം സെലക്ട് ചെയ്യുക, ക്രിയേറ്റ്. ഓക്കെ, CW സെലക്ട് ഓട്ടോമാറ്റിക് വന്നു. CW1 ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓട്ടോമാറ്റിക് വന്നത്. ഓക്കെ, പ്ലാൻ. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് അസംബ്ലി, പ്ലാന്, എലിവേഷൻ ഫ്രണ്ട്. ഓക്കെ, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹൈഡ് ചെയ്യുക, ഡയമെൻഷൻ കൊടുക്കുക.
ഹൈഡ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യല്ല, ഹൈഡ് ചെയ്യണം. ഡിലീറ്റ് ചെയ്താൽ ഒന്ന് എലിവേഷൻ പോകും, അല്ല പ്ലാൻ പോകും. എന്നിട്ട് ഷീറ്റിലോട്ട് വരിക. എന്നിട്ട് ഇങ്ങനെ ടാഗ് ചെയ്യുക. ഗ്രിഡ് ലൈൻ വരുന്നതാണ്, സെൻറ്ററിൽ തന്നെ വരും. ഇതിന് പേര് മാറ്റാം. ടൈറ്റിൽ കൊടുത്തില്ലാലും കുഴപ്പമില്ല. ടൈറ്റിൽ കളയണമെങ്കിൽ ഇവിടെ വന്നിട്ട് ടൈറ്റിൽ കൊടുത്താൽ മതി. ടൈറ്റിൽ നോക്കുള്ളൂ. ഇതിൽ നമുക്ക് ഷെഡ്യൂൾ എടുത്തൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അതിനുവേണ്ടി വ്യൂ, ഷെഡ്യൂള്, വാൾ, ഓക്കെ, ടൈപ്പ് മാർക്ക്, റൂം നെയിം. നമ്മൾ റൂം നെയിം പാരാമീറ്റർ വെച്ച് ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെറുതെ ഒന്ന് ട്രൈ നോക്കിയായിരുന്നു. അതോട് വന്നിട്ടുണ്ട്, ആ പേരോട് വന്നിട്ടുണ്ട്. ഇത് മതി. റൂം നെയിം. പിന്നെ ഡേറ്റ ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഇതിൻ്റെ ലെന്ത്, ഹൈറ്റ്, പിന്നെ കുറേ കാര്യങ്ങൾ കൊടുക്കാം. സിൽ ഹൈറ്റ്, പല കാര്യങ്ങൾ നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. മാനുഫാക്ചറിങ്, മോഡല്, ഓക്കെ. ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഇതിനെ അറേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി എഡിറ്റ് ടൈപ്പ്, ഫിൽറ്റർ, ടൈപ്പ് മാർക്ക് ഈക്വൽ CW. ഓക്കെ. ഇതിൻ്റെ ഹൈറ്റ് മാത്രം മതി. സെൻറ്ററൊക്കെ ആക്കാൻ വേണ്ടി ഇതാണ്. ലെഫ്റ്റ് ഒഴിവാക്കി സെൻറ്റർ ആക്കിയാൽ മതി. അങ്ങനെ ടെസ്റ്റ് മിഡിലായിട്ട് വരും. ഇതിന് ഷീറ്റ്, ഷെഡ്യൂള് ഇവിടെ ഇതിൻ്റെ അടിയിൽ വാൾ ഷെഡ്യൂൾ. ഇങ്ങനെയാണ് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്. ആർക്കിടെക്ചർ, വാൾ,
ഷെഡ്യൂൾ നോക്കാം, ഓട്ടോമാറ്റിക് വന്ന് കാണും. റൂം നെയിം കൊടുത്തില്ല, കൊടുത്താൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അത് ഓട്ടോമാറ്റിക് വരുത്തില്ല. ഇങ്ങനെയാണ് കർട്ടൻ വാൾ ഷെഡ്യൂളും ലേഔട്ടൊക്കെ റെഡിയാക്കുന്നത്. ഓക്കെ, ഡ്രോയിങ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ഡോർ ഷെഡ്യൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം.